Hello friends, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന നല്ല അടിപൊളി ഗ്രേവി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ ഇത് നമ്മൾ കായൊക്കെ ഇട്ടിട്ട് നേന്ത്രക്കായൊക്കെ ഇട്ടിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് പകരം പൊട്ടറ്റോ ചേർക്കാം. ഉരുളൻകിഴങ്ങ് ഇട്ടാലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ഒരു ബെൽ ഐക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് തന്നെ കറി വെക്കുന്നതിലേക്ക് കടക്കുകയാണ്. ഞാൻ ഇൻഗ്രീഡിയൻസ് ഒന്നും പരിചയപ്പെടുത്തുന്നില്ല. നമുക്ക് ഇതിനകത്ത് ചേർക്കുമ്പോൾ ഓരോന്നോരോന്നായിട്ട് പറയാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ വളരെ എളുപ്പത്തിലുള്ള കാര്യമാണ്. പക്ഷേ വീഡിയോ പിടിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഐറ്റംസും ശരിയാക്കാൻ വേണ്ടി ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് വെക്കും. അങ്ങനെ ഞാൻ ഇതിങ്ങനെ ഓരോന്ന് ചെയ്യുന്നതിൻ്റെ ഇടയിലായിരിക്കും മറ്റേ ചെയ്യുക. അപ്പോൾ നമുക്ക് ടൈമും ലാഭിക്കാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാന്നുള്ള നിലയിലാണ് വന്നത്. അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസ് ഓരോന്ന് ചേർക്കുമ്പോൾ പറയാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് സവാളയും ചുവന്നുള്ളിയാണ്. അപ്പോൾ സവാള മാത്രമാണ് വെച്ചെങ്കിൽ സവാള മാത്രം എടുത്താൽ മതിയാവും. ഒരു 4 എണ്ണം ചെറിയ 4 സവാള എടുക്കുക. അപ്പോൾ ഒരുപാട് വലിയ സവാള എടുക്കരുത്. അപ്പോൾ സവാള കൂടി കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്ക് ഒരു മതിരിപ്പ് ഫീൽ ചെയ്യും. അത് ഈ സവാളയുടെയാണ്. അപ്പോൾ വലിയ സവാള എടുക്കാണ്ട് ചെറുതെടുക്കുക. അല്ല നമ്മൾ ചുവന്നുള്ളി എടുക്കാൻ പറ്റുമോ വെച്ചെങ്കിൽ മാക്സിമം അത് എടുക്കാനായിരിക്കും നന്നായിരിക്കുക. കൂടുതൽ ടേസ്റ്റ് അതിനായിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10-20 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മുമ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു 2 സവാള എടുത്തിട്ടുണ്ട്. ഒരു 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ചുവന്നുള്ളി ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇട്ടാൽ മതി. മൂത്ത് വരുമ്പോഴല്ല, ഇതിൻ്റെ ഒരു പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു കാര്യം ഇതിൽ വിട്ടുപോയി. ഒരു 2 കഷ്ണം പട്ട, അത് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഇപ്പം ഇട്ട് കൊടുത്താലും മതി. ഒരു 2 കഷ്ണം ഇതേപോലത്തെ ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിൽ കൂടെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് ഈ ടൈമിൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തക്കാളി ഇതൊക്കെ നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാം കൂടി നന്നാക്കി തന്നെ നമ്മളിത് തുടങ്ങേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. കാരണം ഉള്ളിക്ക് ഒന്നായി വരണമെന്നുണ്ട് വെച്ചെങ്കിൽ ഉള്ളിക്ക് എത്ര കുഴപ്പമില്ല, എന്നാലും ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്താൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ ഇങ്ങനെയെന്ന് പറഞ്ഞത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായി ചെറുതായി അരിഞ്ഞ് ഉള്ള സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ പ്രത്യേകം എന്ന് പറഞ്ഞാൽ വെച്ചിങ്ങനെ ഇതിൽ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ണം ഇട്ടിട്ടാണ് വെക്കുന്നത്. അതായത് നേന്ത്രക്കായാണ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത്. നമ്മൾ കഷ്ണം ഇട്ടിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പം ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ അടച്ചു വെച്ചാൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് ഞാനിത് ഒന്ന് മിക്സി ജാറിനകത്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10 വെളുത്തുള്ളി ഉണ്ടായിരിക്കും. അതുപോലെ അത്യാവശ്യം ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 6 പച്ചമുളക്, ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തതാണ്. അപ്പോൾ വെള്ളം ചേർക്കാതെ നമ്മളിങ്ങനെ അരച്ചെടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ നല്ലതാണ്, കേടുവരില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി അരച്ചെടുത്തതാണ്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് ഇതുപോലെ മണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് അധികം കറിവേപ്പില തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പിന്നീടും ചേർക്കാം കേട്ടോ. ഞാൻ ഈ ടൈമിൽ നമുക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഫ്ലേവർ വരും. അപ്പോൾ ഇവിടെ അത്യാവശ്യത്തിന് കറിവേപ്പില ഉള്ള കാരണം ഞാൻ നല്ല ലാവിഷായിട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉള്ളതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇത് നന്നായി ഒന്ന് ആയി വന്നതിന് ശേഷം ഈ സവാളയിലും ഉള്ളിയിലത് ഇത് നന്നായി വഴന്നതിന് ശേഷം മാത്രമേ നമ്മൾ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇതിലാണ് നമ്മുടെ കറിയുടെ ഓരോ ടേസ്റ്റിൻ്റെ വ്യത്യാസം വന്നിരിക്കും. ഇത് അധികം മൂക്ക് അല്ലെങ്കിൽ കറക്റ്റ് പാകത്തിന് ആയില്ല എന്നെന്താ വെച്ചെങ്കിൽ ചിക്കൻ കറിക്കൊക്കെ എന്തെങ്കിലും ഈ സവാളയുടെ ഒരു കുത്ത് അതുപോലെ മണം ഒക്കെ എടുക്കും. നമ്മുടെ കയ്യിൽ പിന്നെ അധികം സവാള ഇല്ല, ഉള്ളിയാണ്, ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി ആയാലും അത് നന്നായി മൂത്ത് വരണം. ഒന്നും കൂടി ഒന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ അനുസരിച്ചിട്ട് വേണം മസാല ചേർത്ത് കൊടുക്കാൻ. നമ്മുടെ ചിക്കൻ ഏകദേശം ഒരു 1.5 കിലോയിലും മീതി ഉണ്ട് തോന്നുന്നു, 1.6 ഉണ്ട് തോന്നുന്നു. ആ ഒരു ഇതിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. വെയിറ്റിനനുസരിച്ചിട്ടുള്ള പൊടികളും മസാലകളും നമ്മൾ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ആദ്യം ചേർത്ത പച്ചമുളകിന് അത്യാവശ്യം എരിവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടി അനുസരിച്ചിട്ട് വേണം നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഈ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് കുറച്ച് ലോ ഫ്ലെയിം ആക്കി വെക്കാം.
എന്നിട്ട് ഇതിനകത്തേക്കുള്ള പൊടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 2.5 ടീസ്പൂൺ നല്ല മുളക് പൊടിയും പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ട് വെച്ചെങ്കിൽ മുഴുവൻ നല്ല മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. അപ്പോൾ മുളക് പൊടി ഇപ്പോൾ കാശ്മീരി മുളക് പൊടി കളറിന് വേണ്ടി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ സാധാരണ മറ്റു മുളക് പൊടി ചേർത്തിട്ട് നല്ല കളർ വേണമെന്നുണ്ട് വെച്ചെങ്കിൽ നമുക്ക് ഒരു ബീട്രൂട്ട് നന്നായി അരച്ചെടുത്തിട്ട് അരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഇതൊക്കെ നന്നായി പിഴിഞ്ഞെടുത്ത് ആ നീര് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കളർ വരും. പക്ഷെ ടേസ്റ്റിന് ഒരു വ്യത്യാസവും വരില്ല. ഇനി നമുക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2.5 ടീസ്പൂൺ നല്ല മുളക് പൊടിയും പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിം ചെയ്ത് വെക്കണം കേട്ടോ. ഇനി അടുത്ത പൊടികൾ നമ്മൾ എടുക്കുമ്പോഴേക്കും ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു 3 ടീസ്പൂൺ നമ്മൾ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ്റെ ഓൾറെഡി മഞ്ഞൾപ്പൊടി പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യമുള്ളൂ. 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഒരുപാടൊന്നും ഇട്ട് കൊടുക്കണ്ട. ഇത് നമ്മൾ ഗ്രേവിയായ കറിയായ കാരണം ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുത്തു എന്ന് മാത്രം. ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ നമുക്ക് ഓയിൽ കുറവാണെന്ന് തോന്നുകയാണ് വെച്ചെങ്കിൽ ഇപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് പാനാണ്. അപ്പോൾ നമുക്ക് ഓയിലില്ല വെച്ചെങ്കിലും ആയി കിട്ടുകയൊക്കെ ചെയ്യും. എങ്കിലും ഓയിലിൽ കിടന്നായാൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ അത് കാരണം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ചും കൂടി ഒരു ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിലിടരുത്. ഇനി നമ്മൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് ഈ മസാലയാണ്, ഗരം മസാല. ഞാനിത് ഓൾറെഡി പൊടിച്ചു കഴിഞ്ഞു. അതിന് ശേഷമാണ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അത് കാരണം തന്നെ അത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തയ്യാറാക്കിയിട്ടുണ്ട് ഗരം മസാല. പക്ഷെ അതല്ല, നമ്മളിത് കുറച്ചും കൂടി ഒരു മാറ്റത്തിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പൊടി ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നത് ഒരു 4 മീഡിയം സൈസ് പട്ട എടുത്തിട്ടുണ്ട്, പിന്നെ 4 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഒരു 10-20 കരയാമ്പൂ, പിന്നെ ഒരു 10 ഏലക്കായ. ഇത്രയും മാത്രമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പട്ട വേണം ചൂടാക്കാൻ. പട്ട നന്നായി ചൂടായി ഒരുവിധം ആയി റോസ്റ്റായി വന്നു എന്ന് കാണുമ്പോൾ മാത്രം നമ്മൾ ഗ്രാമ്പും ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതും നന്നായി ഒന്നായി വന്നതിന് ശേഷം മാത്രം നമ്മൾ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. പെരിഞ്ജീരകം പെട്ടെന്ന് തന്നെ ചൂടാവും. അപ്പോൾ അത് കാരണം മീഡിയം ഫ്ലെയിമിൽ ഇടാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഇട്ടിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാൻ. അങ്ങനെ വറുത്തെടുത്തിട്ട് നല്ല ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല ഈ കളർ വരണം നമ്മൾ. അപ്പോഴാണ് അത് നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ഇങ്ങനെ നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് വരും. അപ്പോൾ ആ മസാല നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കും. അപ്പോൾ മസാലകളിലൊക്കെ വ്യത്യാസമുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് കറികൾക്ക്. അപ്പോൾ ഇത് ഒരുവിധം മൂത്ത് വന്നതിന് ശേഷം മാത്രം നമ്മൾ ഗരം മസാല ഇട്ട് കൊടുക്കുള്ളൂ. ഒന്നും കൂടി നന്നായി മൂത്ത് വന്നതിന് ശേഷം ഇതിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് അവസാനം ചിക്കൻ കറി ആയി വന്നതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇതൊരു 2-2.5 ടീസ്പൂൺ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഇതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ കിടന്ന് ഒന്ന് മൂത്ത് വരണം. നമ്മുടെ മസാലയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3 അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം പുളിക്കനുസരിച്ചിട്ട് വേണം നമ്മൾ തക്കാളിയിൽ മാറ്റം വരുത്താൻ കേട്ടോ. തക്കാളി ഇട്ട് കൊടുക്കുക. ഇനി ഇതും അതെ നമ്മൾ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. വേണമെന്നെങ്കിൽ നമുക്ക് തക്കാളിയുടെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടിയും ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് വഴന്ന് വരണം. അതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്തുള്ള വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തക്കാളി വെന്ത് കഴിഞ്ഞാലും ഇതുപോലെ തന്നെ കിടക്കും. തക്കാളി നന്നായി വഴന്ന് വന്നാൽ മാത്രമേ നല്ല ഇതിനകത്ത് നന്നായി യോജിച്ച് വരുള്ളൂ. അപ്പോൾ അത് കാരണം തന്നെ വഴറ്റിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് നന്നായി തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം അല്ലെങ്കിൽ പിന്നെ പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുത്താലും മതി. ഇത് ഓൾറെഡി നമ്മൾ ചിക്കനൊന്നും ഇപ്പം ചേർക്കാത്ത കാരണം പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് ലാസ്റ്റ് ഗ്രേവിയൊക്കെ കുറവാൻ തോന്നുകയാണെങ്കിൽ അപ്പം നമ്മൾ ചേർക്കുമ്പോൾ ഒരിക്കലും പച്ചവെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. നല്ല തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ആ ഒരു വെള്ളത്തിൻ്റെ ചുവ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇത് നന്നായി ഒന്ന് വഴന്ന് വരട്ടെ. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ബാക്കി ഇത് നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ശരിയായി വന്നോളൂ കേട്ടോ.
അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് അത്യാവശ്യം ഗ്രേവി ആവാൻ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ചിക്കൻ വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം ഒരു നിർബന്ധമില്ല. ഞാൻ ചിക്കനിൽ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് അടച്ച് വെക്കുക. അപ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ട് അത്യാവശ്യം വേവിച്ചെടുക്കാറുണ്ട്. അപ്പോൾ വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാനൊക്കെ പറ്റും. പക്ഷെ ഇത് നമ്മൾ എന്തായാലും ഇതിനകത്ത് കായ ചേർക്കുന്ന കാരണം ചിലപ്പോൾ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം ഇത് നന്നായി തിളച്ച് വന്നതിന് ശേഷം മാത്രം നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുത്താൽ മതിയാവും. നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഓൾറെഡി നമ്മൾ ചിക്കനിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ജസ്റ്റ് ഒരു സ്ട്രെയിനറിലോട്ട് വെക്കുക. അപ്പോൾ അതിനകത്തുള്ള വെള്ളം എന്തെങ്കിലും കഴുകിയതിൻ്റെ ബാക്കി വെള്ളമൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ പോയി കിട്ടും. പിന്നെ അത് പോയാൽ നല്ലതാണ്. അപ്പോൾ അത് കാരണം തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ല ഒരു സ്ട്രെയിനറിലോട്ട് വെക്കുക. അപ്പോൾ ആ വെള്ളം പോകുന്നത് ആ വെള്ളം നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ പോയതിന് ശേഷം മാത്രം ചിക്കൻ നമ്മൾ യൂസ് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ ആയാലും കായ ആയാലും ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. ഞാൻ അങ്ങനെ ഒരുമിച്ച് തന്നെയാണ് ഇട്ട് കൊടുക്കാറ്. നേന്ത്രക്കായ നമ്മൾ ഒരു 2 കായ അത്യാവശ്യം വലിപ്പമുള്ള 2 കായയാണ് എടുത്തിരിക്കുന്നത്. അത് മുമ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനെല്ലാം ഇട്ട് ചിക്കനിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉള്ളിയും സവാളയും വഴറ്റുന്ന നേരത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മൾ ഉപ്പിനെ കുറിച്ച് ഇപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുക. പറഞ്ഞ പോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാൻ. എല്ലാ ഭാഗത്തേക്കും മസാല ആവുന്ന വിധത്തിൽ നന്നായി ഒന്ന് ഇളക്കിച്ച് യോജിപ്പിക്കും. അപ്പോൾ നമുക്കിത് ചിക്കൻ ഇതേപോലെ ആയി നന്നായി തിളച്ച് വന്ന് നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് നമ്മുടെ ക്ലീനിങ് പരിപാടിയിലോട്ടൊക്കെ നീങ്ങാൻ പറ്റും. അത്യാവശ്യം ഇവിടെയൊക്കെ നമുക്ക് വൃത്തിയാക്കാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഇനി അടച്ചു വെച്ച് ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ പോയ വഴിക്ക് തന്നെ പോകരുത്. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കൊക്കെ വേണം. ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇത് നോൺ സ്റ്റിക്ക് പാനായ കാരണം വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അടുക്കി പിടിക്കൊന്നുമില്ല. പിന്നെ അത് അത്യാവശ്യം വെള്ളമുണ്ട്. നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇതിപ്പോൾ അത്യാവശ്യത്തിന് നല്ല കളറൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ലൈറ്റിൻ്റെ ഷെയ്ഡ് അടിക്കണ കാരണം അത്രയാണ്ട് കളർ ഫീൽ ചെയ്യുന്നില്ല. കളറിലൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്നാലും നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഒരു നല്ലൊരു ഫസ്റ്റ് ഇംപ്രഷൻ വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഈ കളർ നമ്മൾ ഇതിനിടയിലൊക്കെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി വന്ന് നല്ല തിക്ക് ഗ്രേവി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രേവിയുടെ ഇതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിന് മുമ്പ് കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. ഇപ്പം ഞാൻ അല്പം തിക്കായിട്ട് ഗ്രേവി ആയിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ അവസാനം ഇട്ട് കൊടുക്കുന്ന കറിവേപ്പില നല്ലൊരു മണം കിട്ടാനും ഇതിനൊക്കെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചേർത്ത കറിവേപ്പില ഉണ്ടല്ലോ അത് നന്നായി വഴന്ന് ഇതിനകത്ത് യോജിച്ച് ചേർന്നു. അപ്പോൾ കറിവേപ്പിലേക്ക് നമുക്ക് അകത്ത് ചെല്ലുന്നതൊക്കെ നല്ലതാണ്. അതാവുമ്പോൾ കുട്ടികളാകുമ്പോൾ തീർച്ചയായിട്ടും അതെടുത്ത് പുറത്തേക്ക് എടുത്ത് കളയും. അപ്പോൾ ആദ്യം ചേർത്ത കറിവേപ്പിലേക്ക് അതിനകത്ത് നന്നായി യോജിച്ച് ചേർന്നു. ഇത് നല്ല മണത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുക. ശരിക്കും ഈ മസാലയുടെ ഒരു ഇതൊക്കെ വരുമ്പോൾ നമ്മൾ മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉപ്പൊക്കെ കൂടുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. ഇപ്പൊ നമ്മൾ ഉപ്പ് കൂടിയാൽ മാത്രമല്ല അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു പകുതി ചെറുനാരങ്ങ വേണമെങ്കിൽ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിക്ക് ഇതിൽ പുളിയൊക്കെ കുറവാണെങ്കിലേ അതുപോലെ തന്നെ എരിവൊക്കെ എനിക്കിതിൽ പാകമാണ്. അത് കാരണം തന്നെ നമ്മൾ ഇതിനൊന്നും വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇനി അഥവാ നിങ്ങൾക്ക് എരിവ് കുറവാണ് അവസാനം എന്ന് തോന്നുകയാണെന്ന് വെച്ചെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ എരിവ് ബാലൻസ് ചെയ്യാം. എല്ലാവർക്കും ചിക്കനിലൊക്കെ അത്യാവശ്യം എരിവുണ്ട് വെച്ചെങ്കിൽ എരിവ് താല്പര്യമുള്ളവരുണ്ടായിരിക്കും. അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി അതിൻ്റെ ഒരു ഫ്ലേവർ മാറി വരും. എങ്കിലും കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് നമുക്ക് ബാലൻസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഗരം മസാല ഞാൻ ആദ്യം ചേർത്ത ഗരം മസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത്യാവശ്യം നല്ല മണമൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം തന്നെ ഞാൻ പിന്നീട് ചേർക്കുന്നില്ല. മസാലകൾ അധികം അങ്ങനെ ചേർക്കുന്നതും അത്ര നല്ല ഭയങ്കര മണമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നമുക്കത് ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ ബാക്കി വയറിനായിരിക്കും അതിൻ്റെ പ്രോബ്ലം ഉണ്ടായിരിക്കും. അപ്പോൾ അത് കാരണം തന്നെ ഒരുപാട് മസാലകൾ ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഞാൻ അവസാനം മസാലപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് താല്പര്യം ഉണ്ട് വെച്ചെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി നമ്മൾ പൊടിച്ച് വെച്ചത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്ത് കറിവേപ്പിലയുടെ ഓഫ് ചെയ്യുക. എത്ര പരിപാടിയുള്ളൂ. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തു. ഈ ഒരു ഗ്രേവി ആയിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ.
അപ്പൊ സാധാരണ പറയണ പോലെ തന്നെ നമ്മൾ ഏത് ചിക്കൻ കറി തയ്യാറായാലും പറയും അപ്പത്തിനൊപ്പം ഇടിയപ്പത്തിനൊപ്പം അതുപോലെ പത്തിരിയുടെ ഒപ്പം ഒക്കെ പൊറോട്ടയില് ചപ്പാത്തിയിലൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ചിക്കൻ കറി തയ്യാറായിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നത്. ഈവൻ നമുക്ക് ചോറിനോടൊപ്പം തന്നെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കും എന്നെ അറിയിക്കണം. പിന്നെ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്